നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള മുഖ്യ സൂചകമാണ് ക്രെഡിറ്റ് സ്കോർ. ഇന്ത്യയിലെ ബാങ്കുകൾ ഉൾപ്പെടെ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ അംഗങ്ങളായിട്ടുള്ള സിബിൽ അഥവാ ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ലിമിറ്റഡ്, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, ക്രിഫ് ഹൈമാർക്ക് എന്നിങ്ങനെ 4 ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനികളാണ് നമ്മുടെ രാജ്യത്ത് ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് സിബിലാണ്. ക്രെഡിറ്റ് സ്കോർ എന്നത് 3 അക്ക സംഖ്യ മൂല്യമാണ്. അത് കടം വാങ്ങുന്നയാളുടെ ക്രെഡിറ്റ് യോഗ്യത, തിരിച്ചടവ് ശേഷി, അതുപോലെ ക്രെഡിറ്റിനോട് അവർക്കുള്ള മനോഭാവം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപയോഗിച്ച് ബാങ്കുകൾ വായ്പാ അപേക്ഷകന്റെ സാമ്പത്തിക അച്ചടക്കം വിലയിരുത്തുന്നു. 300 മുതൽ 900 വരെയാണ് സിബിൽ നൽകുന്ന ക്രെഡിറ്റ് സ്കോറിന്റെ പരിധി. ഇന്ത്യയിലെ ബാങ്കുകൾ അനുവദിച്ചിട്ടുള്ള വായ്പകളിൽ 79% സിബിൽ ക്രെഡിറ്റ് സ്കോർ 750 മുകളിലുള്ളവർക്കാണ്. പാൻ, ആധാർ നമ്പർ എന്നിവ ഉപയോഗിച്ചാണ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനികൾ ആളുകളെ തിരിച്ചറിയുന്നത്. ഒരു പാൻ നമ്പർ ഉപയോഗിച്ച് പല ബാങ്കുകളിൽ വ്യത്യസ്ത പേരുകളിൽ വായ്പാ അക്കൗണ്ട് ആരംഭിച്ചാലും അവയെല്ലാം ഒരാളുടേതാണെന്ന് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ സോഫ്റ്റ്വെയറുകൾ തിരിച്ചറിയും. പാനും ആധാറും തമ്മിലും, ആധാറും ഇലക്ഷൻ കാർഡും തമ്മിലും, ആധാറും പാസ്പോർട്ടും തമ്മിലും ഒക്കെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മുൻകാല വായ്പകളുടെ ചരിത്രവുമായി ക്രെഡിറ്റ് സ്കോർ ഇഴചേർന്നിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രമാണ് പ്രതിഫലിക്കുക. വരുത്തുന്ന ഓരോ പിഴവിനും പോയിന്റ് കുറയും. ഇതുകൂടാതെ അനുവദിച്ച വായ്പ എപ്പോഴും പൂർണ്ണമായും ഉപയോഗിച്ച നിലയിലായാൽ സ്കോർ കുറയും. നിരന്തരമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളിനെ അത്തരം ഒരവസ്ഥയുണ്ടാവും. ഒരേ തരം വായ്പകൾ ഒന്നിനു പിറകെ ഒന്നായി എടുത്താൽ സ്കോർ കാര്യമായി താഴേക്ക് പോകും. പല ബാങ്കുകളിൽ വായ്പാ അന്വേഷണം നടത്തിയാൽ അത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ബാങ്കും വായ്പ തരുന്നില്ല, അല്ലെങ്കിൽ പല ബാങ്കുകളിൽ നിന്ന് ഒരേ സമയം വായ്പയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ്. സ്കോർ താഴേക്ക് പോകാൻ വലിയൊരു കാരണമാണിത്. പ്രത്യേകിച്ച് ഇത്രയും അന്വേഷണങ്ങൾ നടത്തിയ ശേഷവും ഒരിടത്തു നിന്നും വായ്പ അനുവദിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുവദിച്ച വായ്പ എടുത്തില്ലെങ്കിൽ. സിബിൽ സ്കോർ സൃഷ്ടിക്കുന്നത് ഒരു സ്കോറിംഗ് അൽഗോരിതം ഉപയോഗിച്ചാണ്. അത് ധാരാളം ഡാറ്റാ പോയിന്റുകളും മാക്രോ ലെവൽ ക്രെഡിറ്റ് ട്രെൻഡുകളും കണക്കിലെടുക്കുന്നു. സിബിൽ സ്കോർ കൂടുതൽ സമഗ്രമാക്കുന്നതിനും ലോണുകളിലെ ഡിഫോൾട്ടിന്റെ സാധ്യത, ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് യോഗ്യത തുടങ്ങിയവ പ്രവചിക്കാനുള്ള സ്കോറിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ ഡാറ്റാ പോയിന്റുകളും ട്രെൻഡുകളും സംയോജിപ്പിക്കുന്നതിന് അൽഗോരിതത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താറുണ്ട്. തന്മൂലം മറ്റ് വിവരങ്ങളെല്ലാം മാറ്റമില്ലാതിരിക്കുമ്പോഴും വിവിധ സമയങ്ങളിൽ എടുക്കുന്ന റിപ്പോർട്ടുകളിലെ സ്കോർ അല്പസ്വല്പം വ്യത്യാസപ്പെട്ടേക്കാം. എല്ലാ മാസവും സ്ഥിതിവിവര കണക്കുകൾ ബാങ്കുകൾ സിബിലിന് നൽകും. അതായത് സിബിൽ ഡേറ്റ പുതുക്കുന്നത് മാസം തോറുമാണ്. സാധാരണയായി വായ്പയിലെ വിവരങ്ങൾ റിപ്പോർട്ടിൽ പ്രതിഫലിക്കാൻ 30 മുതൽ 45 ദിവസങ്ങൾ വരെ എടുത്തേക്കാം. വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക. ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയിൽ നിന്ന് മുഴുവൻ സമയവും മുഴുവൻ തുകയും വിനിയോഗിക്കാതിരിക്കുക. ആവശ്യമുള്ള വായ്പകൾ മാത്രം എടുക്കുക. ഒരേ കാര്യത്തിന് തുടരെ വായ്പ എടുക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക അച്ചടക്കം കൃത്യമായി പാലിക്കുന്നവർക്ക് മാത്രമായി ജാമ്യം നിൽക്കാൻ പരിമിതപ്പെടുത്തുക എന്നീ മാർഗങ്ങളാൽ ക്രെഡിറ്റ് സ്കോർ താഴുന്നത് തടയാം. ക്രെഡിറ്റ് കാർഡ് അടക്കം ഇപ്പോഴുള്ള വായ്പകളുടെ തിരിച്ചടവ് ഒരു ദിവസത്തെ പോലും താമസമില്ലാത്ത വിധം കൃത്യമാക്കുക. പഴയ വായ്പയുടെ പേരിലാണ് സ്കോർ കുറഞ്ഞതെങ്കിൽ തീരെ ചെറിയ തുകയുടെ ഒരു 3 വർഷ കാലാവധി വായ്പ അനുവദിച്ചെടുക്കുക. തിരിച്ചടവ് മാസം തോറും ആവണം. ആ വായ്പ ഒരു ദിവസത്തെ പോലും മുടക്കമില്ലാതെ മാസം തോറും കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ മറ്റു വായ്പകൾക്ക് പോകരുത്. സ്കോർ പടിപടിയായി ഉയർന്നു വരും. 3 വർഷം കൊണ്ട് ഏറ്റവും നല്ല സ്കോർ വരുന്നത് കാണാം. ഒറ്റത്തവണ തീർപ്പാക്കൽ, വായ്പ എഴുതിത്തള്ളൽ തുടങ്ങിയ രണ്ടും വായ്പ അടച്ചു തീർത്ത ശേഷം 7 വർഷത്തേക്ക് കൂടി സിബിൽ റിപ്പോർട്ടിൽ പ്രതിഫലിക്കും. ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ പ്രകാരം ഒരു നിശ്ചിത കാലത്തേക്ക് പുതിയ വായ്പ നൽകുന്നതിന് നിരോധനമുള്ളൂ. എങ്കിലും ഈ ചരിത്രം നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമല്ല ബാങ്കിന് ഉണ്ടാക്കുക. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.